ഓഫീസിൽ കൂടെ ജോലി ചെയ്യുന്നതിൽ കവിഞ്ഞ് ഇത്രയും വലിയ ഗിഫ്റ്റ് തരാൻ അവൻ ആരാ? ഇങ്ങനെ പ്രസംഗിക്കുന്നതിന് മുമ്പ് പറ്റിയാൽ അവൻ തന്നതുപോലെ ഒരു വില കൂടിയ ഗിഫ്റ്റ് നീ ഒരിക്കലെങ്കിലും വാങ്ങിച്ചു കാണിക്കും. 2 വർഷം മുമ്പ് ആദ്യമായി കാവ്യയെ കണ്ട നിമിഷം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ബീച്ച് സൈഡിൽ എൻ്റെ സ്ഥിരം ഹാങ് ഔട്ട് പ്ലേസായ കാഫേയിൽ ഞാൻ കണ്ട പുഞ്ചിരി നിറഞ്ഞ മുഖം, അതാണ് കാവ്യ. പിന്നീടുള്ള ഓരോ ദിവസവും കാവ്യ ചിരിച്ചില്ലെങ്കിലും ഞാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. ഒരു നാൾ അവളും തിരിച്ചു ചിരിച്ചു. 2 വർഷം മുമ്പുള്ള വാലന്റൈൻസ് ദിനത്തിൽ ഞാൻ എൻ്റെ ഹൃദയം അവൾക്ക് നേരെ നീട്ടിയപ്പോൾ അവളത് സ്വീകരിച്ചു. ഞങ്ങളുടെ സുഹൃത്തുക്കളെ സാക്ഷിയാക്കി ഞങ്ങൾ ഒരുമിക്കാൻ തീരുമാനിച്ചു. കേരളത്തിലെ ഏറ്റവും വലിയ ധനിക കുടുംബങ്ങളിലൊന്നായ സൂര്യവംശം തറവാടിലെ ദേവേന്ദ്ര വർമ്മയുടെ ചെറുമകൻ ആദിത്യൻ വർമ്മയാണ് ഞാൻ. എന്നാൽ അതുവരെ ഞാൻ ആരാണ്, എൻ്റെ കുടുംബം എന്താണ് എന്ന് ഞാൻ അവളോട് പറഞ്ഞിരുന്നില്ല. എൻ്റെ കുടുംബത്തിന് കാവ്യയെ അംഗീകരിക്കാൻ ഒരിക്കലും സാധിക്കില്ല എന്ന് എനിക്കറിയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അവളെ രജിസ്റ്റർ മാരേജ് ചെയ്യാൻ തീരുമാനിച്ചത്. കല്യാണശേഷം അവളോടെല്ലാം തുറന്നു പറയാമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ എൻ്റെ എല്ലാ പദ്ധതികളും ഞാൻ പോലും അറിയാതെ തകർന്നു. സ്വന്തം ഇഷ്ടപ്രകാരം നീ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയുടെയും ഫലം നീ സ്വയം അനുഭവിക്കേണ്ടി വരുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണല്ലോ. നിന്റെ സമ്പാദ്യം മുഴുവൻ എന്നോട് ചോദിക്കാതെയാണ് നീ സ്റ്റോക്ക് മാർക്കറ്റിൽ കൊണ്ട് നിക്ഷേപിച്ചത്. തന്നിഷ്ടം പോലെ ചെയ്തതിൻ്റെ ഫലം എന്താണെന്ന് നിനക്കറിയണ്ടേ? നീ ആ കമ്പനിയുടെ ഷെയർ വാങ്ങിക്കൂട്ടിയില്ലേ? ആ കമ്പനി പൊട്ടി. സ്വന്തമായി 1 രൂപ പോലും സമ്പാദ്യമില്ലാത്ത ഒരു ദരിദ്രനാണ് നീ ഇന്ന്. സൂര്യവംശം കുടുംബത്തിൽ ഇനി നീ ഒരു അംഗമല്ല. നിനക്കും മറ്റാരും അറിയാതെ നീ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന ആ പെണ്ണിനും ഇനി ഈ വീട്ടിൽ സ്ഥാനമില്ല. നിന്നെ സ്വന്തമായി പോറ്റാൻ പോലും കഴിയാത്ത മണ്ണുണ്ണിയാണല്ലോ നീ കല്യാണം കഴിച്ചത്. കഷ്ടം. കാവ്യയുടെ വീട്ടിൽ ഒരു വേലക്കാരനായി കഴിയേണ്ടി വന്നു. എനിക്ക് വേറെ വഴിയില്ല. എല്ലാം അവൾക്ക് വേണ്ടി സഹിച്ചു. നിർത്തടാ. സ്വന്തം തന്നിഷ്ടത്തിന് ഇറങ്ങിപ്പോയിട്ട് ഇപ്പോൾ എൻ്റെ മോളുടെ ജീവിതം കൂടി വഴി ആധാരമാക്കിയോ നീ? ഒരു വകയ്ക്കും കൊള്ളാത്തവൻ. നിന്റെ ആ സ്റ്റോക്ക് മാർക്കറ്റ് കളി കാരണം കയ്യിലുണ്ടായിരുന്നതെല്ലാം പോയി. ഇപ്പോൾ നീ ഒരു ദരിദ്രവാസിയായില്ലേ? സൂര്യവംശം കുടുംബത്തിൽ നിന്ന് നിന്നെ ചവിട്ടി പുറത്താക്കി ഇപ്പോൾ എൻ്റെ വീട്ടിൽ വന്ന് കയറി നിരങ്ങുന്നു. അമ്മേ, ഞാൻ മിണ്ടരുത്. എൻ്റെ മോളുടെ ചെലവിൽ കഴിയുന്ന ഒരു മണ്ണുണ്ണി. അതാണ് നീ ഇന്ന്. നിനക്ക് വെറുതെ ഇരുന്ന് തിന്നാൻ ലജ്ജയില്ലേ? മര്യാദയ്ക്ക് ആ തറ തുടയ്ക്കടാ. എന്നിട്ട് വേണം എൻ്റെ മോളുടെ തുണി അലക്കിയിടാൻ. ഞാൻ വൃത്തിയാക്കിയതാണമ്മേ. തുണികൾ രാവിലെ തന്നെ അലക്കി. എതിർത്ത് പറയുന്നോ? നീ വൃത്തിയാക്കിയാൽ പോരാ, ഞാൻ പറയുന്നത് പോലെ വൃത്തിയാക്കണം. ഈ വീട്ടിൽ നിൽക്കണമെങ്കിൽ ഒരു വേലക്കാരനെ പോലെ പണിയെടുക്കണം. ഈ അപമാനം മുഴുവൻ ഞാൻ സഹിച്ചത് കാവ്യ നിനക്ക് വേണ്ടി മാത്രമാണ്. എന്നിട്ടും അമ്മ എന്നെ ഒരു പട്ടിയെ പോലെ ആട്ടിയപ്പോൾ നീ മൗനമായി കണ്ടു നിന്നല്ലോ. അന്ന് കാവ്യയുടെ കൂടെ ജോലി ചെയ്യുന്ന അവളുടെ സുഹൃത്ത് വർഷ വന്നിരുന്നു. ബിസിനസ്സിലെ ഒരു വലിയ കടക്കിണിയിൽ പെട്ടിരിക്കുകയാണ് കാവ്യ. തീർന്നു കാവ്യ, എല്ലാം തീർന്നു. 7 കോടിയുടെ ബാധ്യതയാണ് കമ്പനിക്ക്. 4 കോടി രൂപ ഉടനെ അടച്ചില്ലെങ്കിൽ നമ്മൾ തെരുവിലിറങ്ങേണ്ടി വരും. പേടിക്കണ്ട, ആ 4 കോടി രൂപയുടെ കാര്യം ഞാൻ ഏറ്റു. അത് പരിഹരിക്കാൻ എന്നെക്കൊണ്ട് സാധിക്കും. നീയോ? എന്റെ കാവ്യ, നീ കെട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത് ഒരു കോമാളിയാണല്ലോ. എടാ, ഞങ്ങൾ പറയുന്നത് 4 രൂപയുടെ കാര്യമല്ല, 4 കോടിയുടെ കാര്യമാണ്. മതി. എൻ്റെ ജീവിതം വെച്ച് കളിച്ചത് മതി ആദിത്യ. നിങ്ങൾ സഹിച്ചു മടുത്തു എനിക്ക്. ദയവ് ചെയ്തൊന്ന് പോയി തരുമോ? കേട്ടില്ലേ? ആ കഴുതയെ ഡിവോഴ്സ് ചെയ്യാൻ ഞങ്ങൾ അന്നേ പറഞ്ഞതാണ്. വിക്രം, അവനോട് ചോദിച്ചാൽ മതി. അവൻ ഇപ്പോഴും കാവ്യയോടൊരിഷ്ടമുണ്ട്. അവൻ വിചാരിച്ചാൽ ഈ കടം തീരും. പിറ്റേന്ന് കാവ്യ ആദിയുടെ ബൈക്കിൽ ഓഫീസിൽ വന്നിറങ്ങി. എല്ലാവരും അവരെ തന്നെ നോക്കി. ഒരു പഴയ ബൈക്കിൽ വന്നിറങ്ങിയ കാവ്യയെ എല്ലാവരും പരിഹസിച്ചു. അപ്പോഴാണ് വിക്രമന്റെ എൻട്രി. ഹേയ് കാവ്യ, ഗുഡ് മോർണിംഗ്. ഓ, കഷ്ടം തന്നെ. കമ്പനി CEO ഓഫീസിൽ വരുന്നത് ഈ 3rd ക്ലാസ് ബൈക്കിലാണോ? ആദി പിറുപിറുത്തു. ഇവിടെ സൗകര്യത്തിന് കുറവൊന്നുമില്ല. കാവ്യ, അടുത്ത തവണ എന്നെ വിളിച്ചാൽ മതി. കാർ വർക്ക്ഷോപ്പിലാണെങ്കിൽ ഈ പാഴ് വസ്തുവിലൊന്നും കയറി വരണ്ട. ഇതാ നിനക്കൊരു ചെറിയ സമ്മാനം. വാവ്, താങ്ക് യു വിക്രം. എനിക്ക് ഇത്രയും വില കൂടിയ ഗിഫ്റ്റ് ആരും തന്നിട്ടില്ല. ഞാൻ കൂടെയുള്ളപ്പോൾ നീ എന്തിനാണ് കാവ്യ അവനിൽ നിന്ന് ഗിഫ്റ്റ് വാങ്ങുന്നത്? നിർത്തുന്നുണ്ടോ ആദിത്യ? വിക്രം എൻ്റെ ഫ്രണ്ടാണ്. മാത്രമല്ല നമ്മളെ സഹായിക്കാൻ കഴിവുള്ളവനാണ്. വെറുതെ ഈഗോ കാണിച്ചത് നശിപ്പിക്കരുത്. വിക്രമിനോട് ഇപ്പോൾ തന്നെ മാപ്പ് പറയണം. വിക്രം പറഞ്ഞു. ഹേയ് വേണ്ട കാവ്യ, സാരമില്ല, നമുക്ക് പിന്നെ കാണാം, പോട്ടെ. ഓഫീസിൽ കൂടെ ജോലി ചെയ്യുന്നതിൽ കവിഞ്ഞ് ഇത്രയും വലിയ ഗിഫ്റ്റ് തരാൻ അവൻ ആരാ? ഇങ്ങനെ പ്രസംഗിക്കുന്നതിന് മുമ്പ് പറ്റിയാൽ അവൻ തന്നതുപോലെ ഒരു വില കൂടിയ ഗിഫ്റ്റ് നീ ഒരിക്കലെങ്കിലും വാങ്ങിച്ചു കാണിക്കും. അവളെ ഡ്രോപ്പ് ചെയ്തു ആദ്യ തിരിച്ചു പോകുന്ന വഴിക്ക് ആ പഴയ കാലങ്ങളെ ഓർത്തു.
അന്ന് രാത്രി തൻ്റെ കോളേജ് സുഹൃത്തുക്കളുടെ റീയൂണിയൻ ഉണ്ടെന്ന മെസ്സേജ് അവന് വന്നു. അവനും അത് നടക്കുന്ന 5 സ്റ്റാർ ഹോട്ടലിലേക്ക് പോയി. ആദിയെ കണ്ട അവൻ്റെ ക്ലാസ്മേറ്റ് രാഹുൽ, ആഹാ ആരുവായി വരുന്നത്? എടാ മീനെ, നിക്കടാ അവിടെ. നീ എങ്ങോട്ടായി ഓടിക്കയറി വരുന്നത്? ഇത് നിനക്കുള്ള സ്ഥലമല്ല. അവൻ്റെ മറ്റൊരു ക്ലാസ്മേറ്റ് പൂജ, ഇവനെ എവിടെയോ കണ്ട് പരിചയമുണ്ടല്ലോ. രാഹുൽ, ഇവനാണ് ആദിത്യൻ, പണ്ട് നമ്മുടെ കൂടെ പഠിച്ചിരുന്നെന്ന് പറയപ്പെടുന്നു. എടാ വെറുതെ ഗസ്റ്റുകളുടെ ഇടയിൽ കിടന്ന് കറങ്ങാതെ ആരും കാണാത്ത എവിടെയെങ്കിലും പോയി ഒളിച്ചിരിക്കുക. എൻ്റെ ഡ്രസ്സ് പോലും നിന്റെ ദേഹത്ത് തട്ടിയാൽ വൃത്തികേടാകും. ആ വേഷം കണ്ടപ്പോൾ ഞാൻ കരുതി ഫുഡ് വിളമ്പാൻ വന്ന ഏതോ വെയിറ്ററാണെന്ന്. പൂജ, എനിക്ക് വേണ്ടി ജീവൻ കളയാൻ നിന്നവൾ, കോളേജിലെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്, അവൾ പോലും എന്നെ തിരിച്ചറിഞ്ഞില്ല. ഹൂ ആർ യു എന്ന് ചോദിച്ച് എന്നെ ആട്ടിയകറ്റി. എക്സ്ക്യൂസ് മീ, വലിഞ്ഞു കയറി വന്ന് അടുത്തിരിക്കാൻ നാണമില്ലേ? പ്ലീസ് ഒന്ന് എഴുന്നേറ്റ് പോകാമോ? ഐ ആം അൺകംഫർട്ടബിൾ. ആദി ഈ ജീവിതത്തെ വെറുത്ത നിമിഷം അതായിരുന്നു. പണമില്ലാത്തതിൻ്റെ പേരിൽ എല്ലാവരും അപമാനിക്കുന്ന ആളായി. അങ്ങനെ നിരാശനായി അവിടെ നിറങ്ങുമ്പോഴാണ് ആഡംബര റോൾസ് റോയ്സ് കാർ അവിടെ വരുന്നത്. സൂര്യവംശം ഗ്രൂപ്പിന്റെ ഡയറക്ടർ മേനോൻ ആദിയെ നോക്കി വരുന്നു. അവനോട് തൻ്റെ ഷെയർസ് എല്ലാം കോടികൾ ലാഭമുണ്ടാക്കിയെന്നും ഇനി കമ്പനി ആദി ഏറ്റെടുത്ത് നടത്തണമെന്നും അയാൾ ആവശ്യപ്പെട്ടു. ഇത് ദൂരെ നിന്ന് കാണുന്ന രാഹുൽ, അത് സൂര്യവംശം ഗ്രൂപ്പിന്റെ ഡയറക്ടർ മേനോൻ സാർ അല്ലേ? അയാൾ എന്തിനാണ് ആദിത്യൻ്റെ മുന്നിൽ കുമ്പിടുന്നത്? അതെ, ഇനിയാണ് കളി മാറുന്നത്. ഇത്രയും കാലം അപമാനിച്ചവർക്കുള്ള മറുപടി. അഞ്ജലിയും രാഹുലും എൻ്റെ ഭാര്യ കാവ്യയും ആദിത്യൻ ആരാണെന്ന് അറിയാൻ പോകുന്നതേയുള്ളൂ. ഇത് വെറുമൊരു തിരിച്ചുവരവല്ല, ഇതൊരു പട്ടാഭിഷേകമാണ്. വോയിസ്ലി ഓഡിയോ പരമ്പര കേൾക്കൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.